പൊളിറ്റീഷ്യൻസിന് കരിയർ ഇല്ലല്ലോ. പൊളിറ്റീഷ്യൻസിന് ജനങ്ങളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകളല്ലേ ഉള്ളത്. ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഭിപ്രായ രൂപീകരണമാണ്. കൂടുതൽ ആളുകൾ ഏത് അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുന്നു അതിനെയാണ് മാൻഡേറ്റ് എന്ന് പറയുന്നത്. ആ മാൻഡേറ്റാണ് തെരഞ്ഞെടുപ്പ് രൂപത്തിലും അല്ലാതെയും ഉണ്ടാവുക. ഒരുപക്ഷെ ജനവിധി മറിച്ചാവുകയും അഭിപ്രായത്തിൽ ഒരു പാർട്ടി മുന്നിൽ നിൽക്കുകയും അങ്ങനത്തെ സാഹചര്യങ്ങളും ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും എന്തിനേറെ പറയുന്നു, പാർട്ടിയുടെ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ്. കൂടുതൽ വ്യക്തതയോടുകൂടി പുതിയ സമൂഹത്തിന് പൊളിറ്റിക്സ് പറയാൻ എങ്ങനെയൊക്കെയാണോ CPM-നെ പ്രാപ്തമാക്കേണ്ടത് അതാണ് CPM-ന്റെ നയപരിപാടി. ആ നയപരിപാടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരനായ സരിൻ്റെ ഉത്തരവാദിത്തം. ഞാൻ അതിനെപ്പറ്റി ബോധേഡല്ല. സാധാരണ ആളുകൾ വന്ന് ഏറ്റെടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണിലൂടെ കണ്ടാലാണ് ചുമതല, ഉത്തരവാദിത്തം അല്ലെങ്കിൽ സ്ഥാനം എന്നുള്ള വാക്കുകൊണ്ടൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക. അത്തരം എന്താ പറയുക, കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ തുടരണമെന്നൊരു നിർബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓപ്പണാണ്. ഓപ്പൺ ആളുകളുടെ അടുത്താണെങ്കിലും ശരി, പാർട്ടിക്ക് അകത്താണെങ്കിലും കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക, കൊണ്ടു പഠിക്കുക എന്നുള്ളതിൻ്റെ ആ ശീലത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കേരളത്തിന് പുതിയ കാഴ്ചപ്പാടുകൾക്കൊക്കെ CPM എന്നുള്ള പ്രസ്ഥാനം എത്രത്തോളം ഒരുക്കത്തോടു കൂടിയാണ് നീങ്ങുന്നത് എന്ന് ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തോട് അടുപ്പിച്ചുള്ള അടുത്ത 3 മാസക്കാലം അതിനിർണായകമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ്. മറ്റുള്ളവരൊക്കെ പൊളിറ്റിക്കലി ഡീആക്ടിവേറ്റ് ചെയ്ത് അവരെ മാറ്റാൻ പോകുമ്പോൾ നമ്മൾ ആക്റ്റീവായി നിൽക്കുകയാണ്. ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നു, ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു, ഇനി സംസ്ഥാന സമ്മേളനവും. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായി പൊതുസമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.